ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. ഒരു ചൂടുള്ള വാർത്ത വന്നിരിക്കുകയാണ്. KSEB വർക്കർ നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ KSEB വർക്കർ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നെന്ന് മാസ്റ്റർ കെ അക്കാഡമിയിൽ നിന്നും നേരത്തെ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ച കാര്യമാണ്. നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിരിക്കുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾ അറിയേണ്ടത് എന്തെല്ലാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം. ഇപ്പൊ നോക്കുക, ഗസറ്റ് ഡേറ്റ് വരുന്നത് 30/4/2026 ഇന്നലെയാണ് ഗസറ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, ലാസ്റ്റ് ഡേ ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 3/6/2026 എന്ന് പറഞ്ഞാൽ ജൂൺ 3-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി വരുന്നത്. ഓക്കെ ആണല്ലോ. ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി വർക്കറാണ് നെയിം ഓഫ് പോസ്റ്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ നോക്കി 24,400 മുതൽ 43,600 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. സ്റ്റാർട്ടിങ് 24,400 ആണ്. നല്ല ഒരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. ബേസിക് പേ വരുന്നത് നോക്കി 24,400, മാക്സിമം 43,600 വരെ സ്കെയിൽ ഓഫ് പേ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നമ്പർ ഓഫ് വേക്കൻസീസ് ഇതിൻ്റെ ഡിസ്ട്രിക്ട് വൈസ് ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി വരുന്നത് 985 വേക്കൻസിയാണ്. 985 വേക്കൻസിയാണ് ടോട്ടൽ വന്നത്. അതിൻ്റെ അകത്ത് നോക്കി ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് അതിൻ്റെ വേക്കൻസി പറയുന്നുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ 101 വേക്കൻസിയാണുള്ളത്. തിരുവനന്തപുരത്ത് 101 വേക്കൻസിയും, കൊല്ലത്ത് 49 വേക്കൻസി, പത്തനംതിട്ടയിൽ 24 വേക്കൻസി, ആലപ്പുഴയിൽ 70 വേക്കൻസി, കോട്ടയത്ത് 64 വേക്കൻസി, ഇടുക്കിയിൽ 96 വേക്കൻസി, എറണാകുളത്ത് 139 വേക്കൻസി. ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്, 139 വേക്കൻസിയാണ്. തൃശ്ശൂരിൽ 62 വേക്കൻസി ഉണ്ട്, പാലക്കാട് 68 വേക്കൻസി ഉണ്ട്, മലപ്പുറത്ത് 64 വേക്കൻസി ഉണ്ട്, കോഴിക്കോട് 117 വേക്കൻസി ഉണ്ട്, വയനാട് 26 വേക്കൻസി, കണ്ണൂർ 73 വേക്കൻസി, കാസർഗോഡ് 32 വേക്കൻസി. ഇങ്ങനെ ടോട്ടല് എത്ര വേക്കൻസി ആണുള്ളത്? 985 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 40 വരെ. അറിയാലോ, ജനറൽ കാറ്റഗറിയിലാണ് 18-40. റിസർവേഷൻ വരുമ്പോഴത്തേക്ക് SC/STക്ക് 45-ഉം അതുപോലെ തന്നെ OBCക്ക് 43 വരെ വരും മാക്സിമം. ക്വാളിഫിക്കേഷൻ വരുന്നത്, ക്വാളിഫിക്കേഷന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടെ പറയുന്നു. എ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്. കണ്ടോ, SSLCയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയോ ഉണ്ടായിരിക്കണം അല്ലേ. ഇനി ഗവൺമെന്റ് അപ്രൂവ്ഡ്, അത് മാത്രമല്ല ഗവൺമെന്റ് അപ്രൂവ്ഡ് അല്ലേ, 2 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ്, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ. കണ്ടോ, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാനിൽ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റോ നാഷണൽ സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണം 2 വർഷത്തെ. ഇനി ഇത് രണ്ടും മാത്രം ഉണ്ടായാൽ പോരാ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, മിനിമം ഹൈറ്റ് പറയുന്നുണ്ട്. മെയിലിൻ്റെ ഹൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 5 അടി 2 ഇഞ്ചാണ്, 157.48 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റ് വരുന്നത് 4 അടി 9 ഇഞ്ചാണ്, 144.78 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി വിഷൻ വരുന്നത് നോർമലാണ്, ഫ്രീ ഫ്രം കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല. ഇനി മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ഫോർ ഔട്ട്ഡോർ വർക്ക്സ്. ഞാനിപ്പോൾ പറയുന്നുണ്ട്, കാര്യം ഇത് ഇലക്ട്രിക്കൽ വർക്കർ എന്നാണ് പറയുന്നതെങ്കിൽ നമ്മളിപ്പം പോസ്റ്റിൽ പുറത്ത് ഔട്ട്ഡോർ വർക്ക് ചെയ്യാൻ ഫിറ്റായിട്ടിരിക്കുന്നവർ മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് പുറത്ത് പോയി ഔട്ട്ഡോർ വർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. അങ്ങനെ കഴിയുന്നവർ, ഫിറ്റായിട്ടുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യുക. കാര്യം പോസ്റ്റിൽ കയറാൻ പറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഈ മഴ നല്ല കാലാവസ്ഥ വളരെ വ്യത്യസ്തമായിട്ട് വരുമ്പോഴത്തേക്കും മരങ്ങൾ കടപുഴകി വീഴും. അപ്പോൾ ആ മരങ്ങൾ മുറിച്ച് മാറ്റാനൊക്കെ KSEBയിൽ നിന്ന് ആളുകൾ പോയിട്ടാണ് ആ ലൈൻ ക്ലിയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ജോലികളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാം എന്നുറപ്പുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഫോമാണ്. ഈ ഫോം കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് വേണം അപ്ലോഡ് ചെയ്യാൻ. ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വിഷനും പറഞ്ഞതാണ്, ഔട്ട്ഡോർ വർക്കിന് ഫിറ്റ് ആയിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ.
ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ PSC വഴിയാണ്. PSC തുളസി വഴി എന്താണ് 1 day രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പം നോട്ടിഫിക്കേഷൻ വരുമെന്ന് കുറച്ച് മുമ്പ് തൊട്ടേ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ ഇപ്പം എത്തും. അപ്പം അതുകൊണ്ട് മാസ്റ്റർ കീ അക്കാഡമിയിൽ ഇതാ മെയ് 3 ഞായറാഴ്ച മുതൽ KSEB വർക്കർ ഇലക്ട്രീഷ്യൻ അല്ലേ, അതിൻ്റെ പുതിയ ബാച്ച്, ഏറ്റവും പുതിയ ബാച്ച്, KSEB വർക്കറിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് മെയ് 3 ഞായറാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബൈ.